ഇപ്പൊ ഞാൻ ബാംഗ്ലൂരുള്ള ഹർഷ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നിൽക്കുന്നത്. ഇപ്പൊ നമ്മളുടെ കൂടെ ഋതുനന്ദയുണ്ട്. ഋതുനന്ദയുടെ കോളേജ് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചോദിക്കാം. മായ ഋതുനന്ദ, അപ്പൊ എങ്ങനെയുണ്ട് കോളേജ്? ഇപ്പം ഇവിടെ ഏത് കോഴ്സാണ് എടുത്തേക്കുന്നത്? BCA സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാ? എത്തിക്കൽ ഹാക്കിംഗ്, സൈബർ സെക്യൂരിറ്റി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, AI മെഷീൻ ലേണിംഗ്. അപ്പൊ ഇത്രയും സ്പെഷ്യലൈസ് ചെയ്യാൻ ഇവിടെ പറ്റുമല്ലേ? അപ്പം ഇതില് ഏറ്റവും മെയിൻ ഇഷ്ടമുള്ളത് ഏതാ? എത്തിക്കൽ ഹാക്കിംഗ്. അപ്പൊ അത് തന്നെയാണല്ലേ കൂടുതലും ഇതാക്കി നിൽക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇയർ അല്ലേ? ഫസ്റ്റ് ഇയർ ആണ്. അപ്പൊ എങ്ങനെയുണ്ട് ഓവറോൾ കോളേജ് ഒക്കെ എങ്ങനെയുണ്ട്? കോളേജിൽ അടിപൊളി സെറ്റപ്പ് ആണ്. അടിപൊളി നല്ല എങ്ങനെ കോളേജിനെ കുറിച്ച് അറിഞ്ഞേ? ഫ്രണ്ട്സ് റെഫർ ചെയ്ത് പ്ലസ് ടു കഴിഞ്ഞപ്പോ അപ്പൊ അവരൊക്കെ ഉണ്ടല്ലേ? അപ്പൊ എങ്ങനെ മൊത്തത്തിൽ ഇപ്പൊ ഇവിടെ ഞാൻ വന്നപ്പോഴത്തേക്കും സ്റ്റുഡൻസ് ഒക്കെ എന്തോ ഒരു ഫെസ്റ്റിനെ കുറിച്ചോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നത്? ഹർഷോത്സവം. അപ്പം അതെപ്പോഴാ? മാർച്ച് ആണല്ലേ? അപ്പൊ അത് എങ്ങനെയാണ് മൊത്തത്തില്? എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ മൊത്തത്തില്. വെയിറ്റിംഗ്, അതിന് സീരിയസ് പറഞ്ഞു കേട്ടിട്ട് അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. അടിപൊളി പരിപാടിയാണ്. ഓക്കെ. എവിടെന്നാ ഋതുവിന്റെ സ്ഥലം എവിടെയാ? കണ്ണൂർ തലശ്ശേരി ഭാഗത്ത്. ഓ ഗോഡ്. അപ്പൊ അവിടെയൊക്കെ ഫുഡൊക്കെ അടിപൊളിയല്ലേ? അപ്പൊ ഇവിടെ വന്നിട്ട് ഫുഡൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? അല്ല, ഇവിടെ കഫ്തീരി ഉണ്ട്. അപ്പൊ അവർ കോഴിക്കോടുള്ള ആൾക്കാരാണ് അവിടെ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മലയാളി ഫുഡാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഫുഡൊക്കെ അത്യാവശ്യം അവിടുത്തെ ആ ഒരു ടച്ച് ഒക്കെ കിട്ടുന്നുണ്ടല്ലേ? പിന്നെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയാണ്? സപ്പോർട്ടാണോ? എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടാവും. എന്ത് ഡൗട്ട് ചോദിച്ചാലും പറഞ്ഞുതരും. ലാബിലാണെങ്കിലും എന്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. ലാബ് സ്റ്റാർട്ട് ആയോ? 1-2 ലാബ് ഇപ്പൊ തുടങ്ങി. എക്സാം ഒക്കെ കഴിഞ്ഞോ? ഏതോ ഒരു സെം എക്സാം ഇപ്പൊ കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. സിലബസ് ഒക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റും ഒക്കെ എങ്ങനെയാണ് ഇവിടെ? അത് 3rd ഇയറിലാണ് ഇന്റേൺഷിപ്പ് വരുന്നത്. പ്ലേസ്മെന്റ് അത് കഴിഞ്ഞ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ടായിരിക്കും പ്ലേസ്മെന്റ് വരുന്നത്. അപ്പൊ പ്ലേസ്മെന്റ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് MNC-ലോട്ടാണ് ഫോക്കസ്. സീനിയേഴ്സ് ഒക്കെ പ്ലേസ്ഡ് ആയത് എങ്ങനെയുണ്ട്? അവരുടെ പ്ലേസ്മെന്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അവര് നല്ല കമ്പനിയിലേക്കെല്ലാം ഓക്കെ. അപ്പൊ മൊത്തത്തിൽ ഓവറോൾ ഇപ്പൊ കോളേജിനെ കുറിച്ച് ഇപ്പൊ ആദ്യം വന്നപ്പോഴത്തേക്കും എന്തായാലും ഒരു പേടി കാണുമായിരുന്നല്ലോ. അപ്പം ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ എല്ലാം ഓക്കെ, കോളേജായിട്ട് നല്ല വൈബായിട്ട് പോകുന്നുണ്ടല്ലേ? അപ്പൊ മൊത്തത്തില് കോളേജ് ഇപ്പം ഇതായിട്ട് നിൽക്കുന്നില്ലേ? ഇപ്പൊ ഈ കോളേജിൽ നമുക്കിപ്പം കുറെ സ്പെഷ്യാലിറ്റീസ് കാണുമല്ലോ. എന്തെങ്കിലും ഒക്കെ ഇപ്പൊ ജിമ്മൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇപ്പൊ ഇതൊക്കെ നമുക്ക് ഫസ്റ്റ് ഇയർ തൊട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. എല്ലാ സ്റ്റുഡൻസിനും അങ്ങനെ ഒന്നും ഇതില്ലല്ലോ. ഇപ്പം ഇവിടെ സ്വിമ്മിംഗ് പൂളില്ല. ഓക്കെ. അപ്പം ജിമ്മൊക്കെ ഞാൻ കണ്ടായിരുന്നു, മലയാളി കഫ്തേരിയ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇതിനൊക്കെ ഒരു വന്നപ്പോഴത്തേക്ക് എന്താ വണ്ടടിച്ചായിരുന്നു? അപ്പൊ ഇങ്ങനെ ഉണ്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല. ഇവിടെ വന്നപ്പോഴത്തേക്ക് അതെല്ലാം ഓക്കെ ആയിരുന്നല്ലേ? അപ്പോ ഇതാണ് ഋതുനന്ദയുടെ നമ്മുടെ എക്സ്പീരിയൻസ് നോക്കുന്നത്. അപ്പം ഇതുപോലെ നമുക്കിപ്പോ ഋതുനന്ദ BCA ആണ് എടുത്തേക്കുന്നത്. അപ്പം ഇതുപോലെ BCA ഉണ്ട്, നഴ്സിംഗ് കോഴ്സസ് ഉണ്ട്. ഇപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കോഴ്സസ് ഈ കോളേജസിലുണ്ട്. അപ്പൊ നിങ്ങൾക്കും കോളേജസ് അറിയണം എന്നുണ്ടെങ്കിൽ, ഈ ഒരു കോളേജിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ കോഴ്സിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ഡു കോൺടാക്ട് TGS എഡ്യൂക്കേഷൻ.